സ്നേഹം നിറഞ്ഞ മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ഇന്ന് ഞങ്ങൾ ഉയരങ്ങൾ എന്ന പരിപാടി ഷൂട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നത് എറണാകുളം മെഡിക്കൽ സെൻ്ററിന് തൊട്ടടുത്തുള്ള ഗ്ലാമർ ലൈറ്റ്സ് എന്ന സ്ഥാപനത്തിലാണ്. ഇത് നമ്മുടെ NH-47 സമീപമാണ്, പാലാട്ടൻ ജംഗ്ഷൻ തൊട്ട് അടുത്തുമാണ്. ഗ്ലാമർ ലൈറ്റ്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഇപ്പോൾ കാണുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലായി നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് എന്താണ് എന്നുള്ളത്. പൊതുവെ നമ്മൾക്ക് വെളിച്ചം തരുന്ന സൂര്യനെ നമ്മൾ ശ്രദ്ധിക്കാറില്ല. ആരും ഒരാൾ വെളിച്ചം തരുന്നു എന്നാലും നമ്മൾ ഡേ അങ്ങനെ കഴിഞ്ഞു പോകും. പക്ഷേ രാത്രി ആയി കഴിഞ്ഞാൽ നമ്മൾ ഏത് വീടെടുത്താലും ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് അവൻ്റെ വീട്. ആ വീട്ടിലുണ്ടാകുന്ന വെളിച്ചം പ്രകാശം നൽകുന്ന ആ ലൈറ്റ്സ്, ആ ബൾബുകൾ, അതിനോടനുബന്ധിച്ചുള്ള ഫാൻസി ഐറ്റംസുകളെല്ലാം നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. നമ്മളതിന് നമ്മുടെ കൂട്ടുകാരുടെ വീടാണ് പലപ്പോഴും അഭിപ്രായം പറയാറുണ്ട്. അതല്ലെങ്കിൽ പുതിയ വീട് വെക്കുമ്പോൾ നമ്മൾ ബെഡ്റൂമിൽ ഇന്ന ലൈറ്റ് വേണം, അത് മിക്കവാറും ഇന്ന കടയിൽ നിന്നാണ് കിട്ടുന്നത് എന്ന് നമ്മൾ സജഷൻ ചെയ്യാറുണ്ട്. അതേപോലത്തെ ഒരു വലിയ എറണാകുളത്ത് അറിയപ്പെടുന്ന ഒരു കടയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്, ഗ്ലാമർ ലൈറ്റ്സ്. അതിൻ്റെ മാനേജിംഗ് പാർട്ണറായ മിസ്റ്റർ ഹാഷിറുമായിട്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഈ ലൈറ്റ്സിനെ പറ്റിയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൻ്റെ ഉയർച്ചയുടെയും പറ്റി തൽക്കാലം കുറച്ച് നേരം നമുക്ക് സംസാരിച്ചിരിക്കാം. നമസ്കാരം. എത്ര നാളായി ഈ പാലാരിട്ടത്ത് ഈ മെഡിക്കൽ സെൻ്റർ തൊട്ടടുത്ത് ഗ്ലാമർ ലൈറ്റ്സ് എന്ന സ്ഥാപനം തുടങ്ങിയിട്ട്? ഇവിടെ എറണാകുളത്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 3 വർഷമായി. പക്ഷേ ഞങ്ങൾ കോഴിക്കോട് ബ്രാഞ്ച് കഴിഞ്ഞ 13 വർഷമായിട്ട് 13 വർഷമായിട്ട് നിങ്ങളാണ് മറ്റുള്ള വീടുകളിൽ രാത്രി വെളിച്ചം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സ്വാഭാവികമായിട്ടും നമുക്ക് താങ്കളുടെ ബിസിനസ്സിലേക്ക് വരുന്നതിന് മുമ്പ് ആശിനെപ്പറ്റി നമുക്കൊന്ന് ചോദിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. എവിടെയാണ് ശരിക്കും വീടും കുടുംബം? ഞാൻ മലപ്പുറം ജില്ലയിൽ തിരൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വീടുള്ളത്. വിദ്യാഭ്യാസമൊക്കെ അവിടെ തന്നെയായിരുന്നു? വിദ്യാഭ്യാസം നാട്ടിൽ തന്നെ ആയിരുന്നു. വിദ്യാഭ്യാസത്തിന് ശേഷം കേരളത്തിൽ പുറത്ത് പലയിടത്തും ജോലി എടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എങ്ങനെയാണ്? 2 വർഷത്തോളം ദുബായിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഓക്കെ. അതിൻ്റെ ശേഷമാണ് ഇവിടെ ഈ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തത്. എന്താണ് ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ്സിലേക്ക് വരാനുണ്ടായ സാഹചര്യം? ആക്ച്വലി എൻ്റെ ബ്രദർ ഇൻ ലോ ആണ് എൻ്റെ പാർട്ട്ണർ മിസ്റ്റർ ഫജർ. ഓക്കെ. പുള്ളി കാലിക്കറ്റിൽ ഞാൻ പറഞ്ഞ പോലെ 13 വർഷമായിട്ട് ഈ ബിസിനസ്സിലുണ്ട്. അപ്പോൾ പുള്ളിയായിട്ട് ഞാൻ അവിടെ ആ ഷോപ്പിൽ കുറച്ചു കാലം മാനേജർ ഇരുന്നിരുന്നു. അപ്പോൾ പിന്നീട് ഇവിടെ എറണാകുളം ബേസ് ചെയ്ത് ഒരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ള പ്രപ്പോസൽ വന്നപ്പോൾ ഞാനിതിൽ പാർട്ട്ണറായിട്ട് ജോയിൻ ചെയ്തു. അപ്പോൾ നിങ്ങൾ ഈ ബിസിനസ് സംരംഭത്തിൽ തന്നെ ശരിക്കും ജോലി എടുത്തിട്ട് തന്നെയാണ് ഈ ബിസിനസ് എന്താണ്, ഈ മാർക്കറ്റിംഗ് എന്താണ് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ. ഓക്കെ, സ്വാഭാവികമായിട്ടും മാർക്കറ്റിംഗ് തന്നെ നമുക്ക് ആദ്യം തുടങ്ങാം. ശരിക്കും താങ്കളൊരു മലപ്പുറത്തുകാരൻ തന്നെയാണ്, പക്ഷെ ഇപ്പോൾ താങ്കൾ എറണാകുളത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. 2 ജനവിഭാഗങ്ങളാണ്, 2 ടേസ്റ്റുള്ള 2 ജനവിഭാഗങ്ങൾ. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സുന്ദരമായ വീടുകളുള്ള തിരൂര്, മലപ്പുറം ആ ഭാഗത്താണ്. അവിടുത്തെ ലൈറ്റ്സിന് പ്രത്യേകതകളുണ്ട്. സ്വാഭാവികമായിട്ട് എറണാകുളത്തേക്ക് വരാൻ നേരത്തെ ഇവിടെ ഫ്ലാറ്റുകളാണ് കൂടുതൽ, അതുപോലെ തന്നെ ഇഷ്ടംപോലെ വീടുകളുമുണ്ട്. എങ്ങനെയാണ് ഈ അവിടെ ഇവിടെയും തമ്മിലുള്ള മാർക്കറ്റിനെ നിങ്ങൾ സ്റ്റഡി ചെയ്തിരിക്കുന്നത്? ബേസിക്കലി പറയുകയാണെങ്കിൽ ഇപ്പോൾ അവിടെ കുറച്ചുകൂടി ലക്ഷൂറിയസ് ആണ്, കളർഫുൾ ആയിരിക്കും എപ്പോഴും. ഇവിടെ ആണെങ്കിൽ കുറച്ചും കൂടി എന്താ പറയുക, ക്ലാസി സ്റ്റഫാണ് ടൗണിലുള്ള ആൾക്കാർ കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ കൂടുതലും ഫ്ലാറ്റ്സിലാണ് നമ്മൾ കൊടുക്കുന്നത്. കമ്പയർഡ് ടു അവിടെ ആണെങ്കിൽ വീടുകളാണ് കൂടുതലുള്ളത്, ഫ്ലാറ്റുകൾ കുറവാണ്. ബേസിക്കലി കാലിക്കറ്റ്, മലപ്പുറം കുറവാണ് ഫ്ലാറ്റ്സ്. ഇവിടെ നമ്മൾ ഫ്ലാറ്റിന് കൂടുതൽ കളർഫുൾ അല്ലാതെ ആയിട്ടുള്ള കുറച്ചും കൂടി ക്ലാസി ആയിട്ടുള്ള വൈറ്റ് ബേസ് ചെയ്തിട്ടുള്ള ലൈറ്റ്സാണ് കൂടുതൽ ആൾക്കാരും പ്രിഫർ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് ഇതിനിടെ ചോദിച്ചോട്ടെ, എറണാകുളം എന്ന് പറയുന്നത് മറ്റുള്ള സംസ്ഥാനത്ത് മഹാരാഷ്ട്രക്കാരുണ്ട്, രാജസ്ഥാൻകാരുണ്ട്, ഗുജറാത്തുകാരുണ്ട്, കോട്ടയംകാരുണ്ട്, മലപ്പുറംകാരുണ്ട്, കോഴിക്കോടുണ്ട്. പക്ഷേ എറണാകുളത്ത് വരുമ്പോൾ ഇവരുടെ ടേസ്റ്റ് എല്ലാം ഒന്നാണെന്നാണ് ജനം പറയുന്നത്. അത് നിങ്ങൾക്ക് മലപ്പുറത്ത് നിന്ന് നിങ്ങളിപ്പോൾ ഒരു ബിസിനസ് എറണാകുളത്ത് തുടങ്ങുമ്പോൾ അവിടുത്തെ അതേ ഫാൻസി ഐറ്റംസ് തന്നെയായിരുന്നോ തൽക്കാലം നിങ്ങൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്? അതേ ഇത് വെച്ചിട്ട് തന്നെയാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഓൾ ദ ടൈം ഇപ്പോൾ ഞങ്ങൾ ഇവിടേക്ക് വാങ്ങുന്ന കൂടുതൽ സാധനങ്ങളും അവിടെ വാങ്ങാറില്ല, അല്ലെങ്കിൽ അവിടെ വാങ്ങുന്ന സാധനങ്ങൾ അധികം ഇവിടെ വാങ്ങാറില്ല. ഇവിടേക്ക് വേറെ തന്നെ സെപ്പറേറ്റ് പർച്ചേസ് ആണ് ചെയ്യുന്നത്. ഇവിടുത്തെ കസ്റ്റമേഴ്സിന്റെ ടേസ്റ്റ് മനസ്സിലാക്കിയിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ വെക്കുന്നത്. എറണാകുളത്ത് വന്നപ്പോൾ ആഷിറിന്റെയും സ്വഭാവത്തിലും ജീവിത കളറിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. ഒക്കെ ലൈറ്റ് കളറാണ് എല്ലാവരും പൊതുവെ പറയാറുണ്ട്. അത് ഏത് ബിസിനസ് എടുക്കുമ്പോഴും എറണാകുളത്ത് ഇപ്പോൾ ടെക്സ്റ്റൈൽസ് ബിസിനസ് എടുക്കുമ്പോഴും ഫ്ലാറ്റ് ബിസിനസ് എറണാകുളത്ത് വന്ന് താമസിക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. ഒരു കൊടക്കീഴിലാണെന്ന് കൂടുതൽ ഗോഡിയായിട്ട് ഫ്ലാഷി ആയിട്ടുള്ള സാധനങ്ങൾ ഇവിടെ ആരും അങ്ങനെ പ്രിഫർ ചെയ്യാറില്ല.
ഇനി നമുക്ക് നമ്മുടെ ഒരേ മെറ്റീരിയലിൽ നിന്ന് ഞങ്ങളുടെ പ്രോഡക്റ്റിലേക്ക് വരാം. ഏറ്റവും കൂടുതൽ നിങ്ങളത് വല്ല ഇമ്പോർട്ട് വല്ല പുറത്തുനിന്ന് വരുത്തുന്നുണ്ടോ? എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത്? ഞങ്ങളുടെ ഇവിടെയുള്ള റേഞ്ചിൽ ഒരു 90% ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ്. ഇന്ത്യൻ മെയ്ഡ് വളരെ കുറവാണ്. ഐ മീൻ കുറച്ച് ഔട്ട്ഡോർ ഫിറ്റിങ്സ് അല്ലെങ്കിൽ ഗേറ്റ് ലൈറ്റ് അങ്ങനെയുള്ള സാധനങ്ങളാണ് കൂടുതലും ഇന്ത്യൻ മാനുഫാക്ചർ ആയിട്ടുള്ളത്. ബാക്കിയുള്ള ഫാൻസി ലൈറ്റ്സ് കൂടുതലും ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഡയറക്റ്റ് ഇമ്പോർട്ടേഴ്സാണ്. അപ്പോൾ ഞാൻ തന്നെ പോയിട്ട് ചൂസ് ചെയ്ത് സെലക്ട് ചെയ്ത് കൊണ്ടുവരാനാണ് ചെയ്യുന്നത്. അതിപ്പോൾ സിമ്പിളായിട്ടൊരു ചോദ്യം, ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു ഫ്ലാറ്റ് വെക്കുന്നു അല്ലെങ്കിൽ വലിയൊരു റെസിഡൻസ് ഏരിയ കോംപ്ലക്സിൽ പണിയുന്നു, അതുപോലെ നമുക്കൊരു ഇന്ന ലൈറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ എങ്ങനെയാണ് കാണുന്നത് ചെയ്യുന്നത്? നിങ്ങളുടെ മാർക്കറ്റ് എങ്ങനെയായിരിക്കും നിങ്ങൾ? അത് ബേസിക്കലി ഇപ്പോൾ ലൈറ്റ് ഞാൻ പറഞ്ഞല്ലോ ഫാൻസിയാണ്. അത് എപ്പോഴും സബ്ജക്റ്റീവാണ്. ഇപ്പോൾ അത് കസ്റ്റമറാണ് അതിൻ്റെ ഫൈനൽ. വേറെ ആർക്കും ഇപ്പോൾ നമ്മളൊരു ലൈറ്റ് ചൂസ് ചെയ്ത് അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് കാര്യമില്ല. അത് ഉപയോഗിക്കുന്ന ആൾക്ക് അവരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ടാണ് എപ്പോഴും